പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പ്രതീക്ഷയിലേക്ക് യാത്ര ചെയ്തവരാണ് മലങ്കര സഭാ വിശ്വാസികൾ. ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സഭാവിഭാഗം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ശാരീരിക പീഡനങ്ങളെക്കാൾ പ്രതിസന്ധികളിലൂടെയാണ് ഈ സഭ കടന്നുപോയിട്ടുള്ളത്. കേസും വഴക്കുമായി നരകയാതനയിലായിരുന്നു സഭയിൽ. പരിശുദ്ധ പൗലോസ് ബാവായുടെ കാലഘട്ടത്തെ നിത്യസമാധാനത്തിന് ഉതകുന്ന രീതിയിൽ സഭയ്ക്കെന്നും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള സുപ്രീം കോടതി വിധി ലഭ്യമായി. എന്നാൽ തിരുമേനിയുടെ അപ്രതീക്ഷിതമായ വിയോഗം സഭയ്ക്കേറ്റ ഒരു മാരക മുറിവായിരുന്നു. സഭയ്ക്കും പിതാക്കന്മാർക്കും ഒരു വിശാല വീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിറമോ മണമോ ഗുണമോ നോക്കാതെ, പൊക്കമോ സൗന്ദര്യമോ കുടുംബമോ നോക്കാതെ, പ്രസംഗ പാടവമോ മുഖസ്ത്രീയോ നോക്കാതെ, പുഞ്ചിരിക്കുവാനുള്ള കഴിവോ ആളുകളോട് സ്നേഹമായി പെരുമാറുവാനുള്ള കഴിവോ നോക്കാതെ ദൈവഹിതം നടക്കട്ടെ എന്നുള്ള ചിന്തയോടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തു. ദൈവഹിതത്താൽ സമൂവേൽ പ്രവാചകനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് ഇസ്രായേലിനെ രക്ഷകനായതുപോലെ പാവവിശ്വാസികളും ചില മനക്കോട്ടകൾ കെട്ടി. ചാരിറ്റി ചാരിറ്റി ചാരിറ്റി, ഒറ്റ പ്രസംഗം, ഒറ്റ ലക്ഷ്യം. മുൻകാലങ്ങളിൽ വലിയ കൊട്ടിക്കോശങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഒരു വികാരി ഒരു കത്ത് നൽകിയാൽ 10,000, 15,000, 20,000 ഈ രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം എല്ലാ അപേക്ഷകർക്കും സഭയിൽ നിന്ന് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം ഒരു അപേക്ഷ നൽകിയാൽ എത്ര പേർക്ക് കിട്ടുന്നു എന്നുള്ളത് ചിന്തിക്കണം. പത്രമാധ്യമങ്ങളിൽ വാർത്ത വരാവുന്ന രീതിയിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ അധപതിച്ചു. ഇതിനുവേണ്ടി ലഭ്യമാകുന്ന കണക്കുകൾ സഭയുടെ പല സമിതികളിലും ലഭ്യമാക്കുന്നില്ല. സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സാമൂഹ്യ അംഗീകാരവും അവാർഡുകളും ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രസ്ഥാനങ്ങൾ ഫണ്ട് മാറ്റലിന്റെയും മുക്കലിന്റെയും ഒളിപ്പിക്കലിന്റെയും ഗൂഢ സങ്കേതങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് വരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സഭയുടെ പല കണക്കുകളും പാസാക്കണമെങ്കിൽ, അംഗീകാരം ലഭിക്കണമെങ്കിൽ പല രാഷ്ട്രീയക്കാരുടെയും കാല് പിടിക്കേണ്ടി വരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട സഭാംഗങ്ങളായ രാഷ്ട്രീയക്കാർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഹൃദയവേദനയോടെ അല്ലാതെ കേൾപ്പിക്കാൻ പറ്റില്ല. അടുത്ത കാലത്ത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുവാൻ എത്ര ലക്ഷങ്ങൾ ചിലവാക്കി. ചാരിറ്റിയുടെ പേരിൽ വിശ്വാസികളെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ, അതായത് ഡയമണ്ട്, ഗോൾഡ്, സിൽവർ എന്നിങ്ങനെ ആയി തരം തിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നിർമ്മാണ സമയത്ത് പാപമോചന ചീട്ട് വിറ്റതുപോലെ പണം കൊടുത്താൽ വാങ്ങാവുന്ന രീതിയിൽ സഭയിലെ സ്ഥാനമാനങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സഭയിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും നടത്തപ്പെടുന്ന നിയമനങ്ങൾ ലഭ്യമാകണമെങ്കിൽ പണം കൊടുക്കാതെ ഒന്നും ലഭ്യമാകില്ല എന്ന തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭാമക്കൾക്ക് FCRA അന്വേഷണത്തെ ഭയമില്ല. മടിയിൽ കനമുള്ളവർ ഭയന്നാൽ പോരെ. ഇതര സഭാ വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം, സ്വഭാവ സവിശേഷത, പ്രവർത്തന സ്ഥിരത, സാമ്പത്തിക വിനിയോഗം, അജപാലന ശുശ്രൂഷ, പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം തിരുമേനിമാർ പിന്നിലാണെന്ന് ഇവിടത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. ഇത്രയും പാരമ്പര്യവും എല്ലാ വസ്തുതകളും ഉള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തുകൊണ്ട് നല്ല മെത്രാപ്പൊലീത്തമാരെ കിട്ടുന്നില്ല? നല്ല നേതൃത്വം ലഭ്യമാകുന്നില്ല? സ്വാർത്ഥത നിറഞ്ഞ സഭാ നേതൃത്വം അർഹരായവരെ മാറ്റി നിർത്തി കഴിവും പ്രാപ്തിയും ഇല്ലാത്തവരെ ആ സ്ഥാനത്തെത്തിച്ച് തുടർന്നും നേതൃത്വം കൈയാളാൻ ആഗ്രഹിക്കുന്നതാണ് ഇതിന്റെ കാരണം. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവരെ ഇവർക്കറിയില്ല. ആകെ അറിയുന്നത് തങ്ങൾക്ക് തരുന്നവരെ മാത്രം. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് കഴിഞ്ഞ തവണ നടന്നതും ഇപ്പോൾ നടക്കുവാൻ പോകുന്നതുമായ ഇലക്ഷൻ അപജയത്തിന്റെ ചെളിക്കുഴി താണ്ടിക്കഴിഞ്ഞു. ഈ സഭയെ അടുത്ത 20 വർഷത്തിനുള്ളിൽ നശിപ്പിക്കുവാൻ വേണ്ടി മദ്യപാനികൾ, പറയാൻ പറ്റാത്ത എല്ലാ രീതിയിലുള്ള ബലഹീനതകൾക്ക് അടിമപ്പെട്ടവർ, മാനസിക രോഗികൾ എന്നിവരെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനിയും പ്രതിഷ്ഠിക്കുവാൻ ഓടുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി എന്ന കളിപ്പീര് പ്രസ്ഥാനം സഭയുടെ അടിവേരിളക്കി കളഞ്ഞു. ഇപ്രാവശ്യം നറുക്കെടുപ്പിലൂടെ ചിലരെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവമക്കൾ സാത്താന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞു. എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് നടനമാടുന്നു. ഇപ്പോൾ നാമനിർദ്ദേശം കൊടുത്ത 80% പേരുടെയും ഗുരുവായ, കഴിഞ്ഞ തവണയും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മെത്രാൻ, അദ്ദേഹത്തിന് എല്ലാ സ്ഥാനാർത്ഥികളെയും നേരിട്ടറിയാമായിരുന്നു. അതിലുപരി അദ്ദേഹത്തെ അവർക്കെല്ലാം അറിയാം.
ആ മെത്രാന്റെ കേളീഭാവങ്ങളുടെ ആർത്തഭാവം നേരിട്ടറിഞ്ഞവരും നേരിട്ട് കണ്ടവരും മറ്റു ചിലർ വീഡിയോ സഹിതം കൊണ്ട് കാണിച്ചിട്ടുള്ളവരും സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പണം പണമെന്ന് പറഞ്ഞു നടക്കുന്നവർ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ പുണ്യവാനായ ഈവാനിയോസ് തിരുമേനി അതിഗുരുതരമായ ഒരു സ്വഭാവ വൈകൃതം ആരോപിച്ചിട്ടുള്ള ഈ മെത്രാൻ അന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി എങ്ങനെ കടന്നു കിട്ടി എന്നുള്ളത് അത്ഭുതമാണ്. തെക്കൻ പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു സെന്ററിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വൈകൃതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചില യുവാക്കളും കുഞ്ഞുങ്ങളും പങ്കുവച്ചത് നടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചിലർക്ക് അയച്ച മെസ്സേജുകൾ, നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ മൂലം ചിലർക്കുണ്ടായ ട്രോമാസ്, ഇതൊക്കെ വലുതാണ്. മിത്രാനി, നിങ്ങൾ രാജിവെച്ച് ധ്യാനത്തിലിരിക്കൂ. സഭ നാണക്കേടാകാതിരിക്കുവാൻ, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസാന ചാൻസാണ്. ഇതുവരെ പലതും പണം കൊടുത്തൊതുക്കി. ഇനി അത് നടക്കില്ല. നിങ്ങളെ പിന്തുടരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ ആത്മഹത്യ ചെയ്ത ആദ്യ ബിഷപ്പ് എന്നുള്ള പദവി നിങ്ങൾക്ക് കിട്ടും. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ മെമ്പറായ ഒരു വലിയ വൈദികൻ ഒരു ബോധവും വകതിരിവും ഇല്ലാത്തയാളാണ്. ഇരിക്കേണ്ട സ്ഥാനത്ത് ചിലരെ ഇരുത്താതിരുന്നത് മൂലം ആ സ്ഥാനത്ത് കയറിയിരുന്നയാൾ, തീസിസ് എഴുതി വാങ്ങി ഡോക്ടറേറ്റ് നേടിയയാൾ, ഇനിയൊരു വലിയ പദവി സ്വപ്നം കാണുന്നയാൾ, പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന പൊട്ടക്കിണറ്റിലെ ആമയും കരടിയും, സഭാ ചരിത്രത്തെ ആദ്യമായി തന്റെ പ്രവർത്തനത്തിന് അലവൻസ് ആവശ്യപ്പെട്ട ആമ, ഇവരൊക്കെയാണ് സ്ക്രീനിംഗ് ഹൈജാക്ക് ചെയ്യുവാൻ നേതൃത്വം കൊടുത്തത്. ജനങ്ങളുടെ പ്രതിനിധികളായ സത്യത്തിന് സാക്ഷിയാകേണ്ട നേതൃത്വം കള്ളത്തരത്തിന് ചൂട്ടുപിടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. നിയുക്ത കത്തോലിക്ക സ്ഥാനം സ്വപ്നം കണ്ട് രണ്ട് ബിഷപ്പുമാരും ഇനിയും ലഭ്യമാകാവുന്ന പദവികൾ ആഗ്രഹിച്ച് മറ്റുള്ളവരും നിശബ്ദരായപ്പോൾ തലവന്റെ ആജ്ഞാനുവർത്തികളായി സത്യത്തെയും നന്മയെയും കഴുത്ത് നെരിച്ചു കൊല്ലുകയായിരുന്നു. ഒരേക്കർ റബ്ബർ തോട്ടം എനിക്കുണ്ട്, ഇത് വിറ്റുകൊടുത്താൽ എനിക്ക് മെത്രാനാകാൻ പറ്റുമോ എന്ന് ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തി പരസ്യമായി ചോദിക്കത്തക്ക രീതിയിൽ സംവിധാനം അവരെ എത്തിച്ചു. നിങ്ങളിൽ സഭാംഗങ്ങൾക്ക് വിശ്വാസമില്ല, വോട്ടിംഗ് പ്രോസസ്സിനെ പോലും സംശയത്തോടെ കാണുന്നു, എന്ത് കള്ളത്തരങ്ങളും കാണിക്കുമെന്ന് പുച്ഛം പറയുന്നു. പ്രിയരെ, ഈ ഒരു ആർത്തനാദം നിങ്ങൾക്ക് അസോസിയേഷനിൽ കേൾക്കാം. പണം, സ്വാധീനം, മറ്റു പല മാനദണ്ഡങ്ങൾ, അർഹതയുള്ളവരെ ഇല്ലായ്മ ചെയ്തുള്ള പ്രവർത്തനങ്ങൾ, ചിലരെ പുറത്താക്കുവാൻ പരാതി ആവശ്യപ്പെട്ട് എഴുതി വാങ്ങുന്ന പ്രവർത്തനങ്ങൾ, അനർഹരെ കുത്തിനിറച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ അധോലോക നായകന്മാരെ വെല്ലുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തത്. ഈ അസോസിയേഷന് ഒരു വിലയുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. മാർത്തോമ സഭയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ഒരുത്തർക്കും വോട്ട് ചെയ്യാനാവാതെ അവർ ചെയ്ത മാർത്തോമൻ പൈതൃകം ഇരട്ടി ശക്തിയിൽ ഓർത്തഡോക്സ് മക്കൾ നിലനിർത്തണം. സഭ അത് വിശ്വാസികളുടേതാണ്, അതൊരു മെത്രാന്റെയോ തലവന്റെയോ അല്ല. ഇവരെല്ലാം സഭയെ കൊണ്ട് ജീവിച്ചിട്ടേ ഉള്ളൂ. സ്വജനപക്ഷപാതം, ക്രമക്കേട്, ഭക്തി നടിച്ച്, കയ്യിലെ തഴമ്പ് കാണിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ഇനി അധികം നാൾ കളിപ്പിക്കാൻ പറ്റില്ല. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പദവിയിൽ തുടരാതെ നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക ജീവിതം നേടിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും പ്രസക്തം. അല്പമെങ്കിലും മനസാക്ഷിക്കുത്ത് ഉണ്ടെങ്കിൽ, തങ്ങളുടെ പദവിയോട്, ദൈവം തന്ന ചുമതലയോട് കടപ്പാടുണ്ടെങ്കിൽ, കൂട്ടുകൃഷിയായി നടത്തിയ എപ്പിസ്കോപ്പൽ ഇലക്ഷൻ പ്രോസസ്സുകൾ നിർത്തലാക്കി ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഒഴിവാക്കി ഭരണഘടനയെ മാനിച്ച് മുന്നോട്ട് പോവുക. സഭാ ഭരണഘടനയുടെ ശത്രുക്കൾ എതിരാളികളല്ല, സഭയ്ക്കുള്ളിലാണെന്ന് പൗലോ ബാവ പറഞ്ഞത് മറക്കരുത്.